കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ റാഗിംഗ് പരാതിയിൽ നടപടി. 11 വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ. പ്രിൻസിപ്പൽ നിയോഗിച്ച 5-അംഗ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിലാണ് നടപടി. വിവരങ്ങളുമായി രമ്യ ദാസ് ചേരുന്നു. രമ്യ, 5-അംഗ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ പ്രത്യേകിച്ചും എടുത്തു പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഏതൊക്കെ വിദ്യാർത്ഥികൾക്കാണ് സസ്പെൻഷൻ? എത്ര ദിവസത്തേക്കാണ് സസ്പെൻഷൻ? ലക്ഷ്മി, ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ 2ാം വർഷ MBBS വിദ്യാർത്ഥികൾക്കാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സസ്പെൻഷൻ ലഭിച്ചിട്ടുള്ളത്. ഏകദേശം ഒരു മാസം മുൻപാണ് ഇത്തരത്തിൽ മെഡിക്കൽ കോളേജിലെ ജൂനിയർ വിദ്യാർത്ഥികളെ, അതായത് 1ാം വർഷ MBBS വിദ്യാർത്ഥികളെ 2ാം വർഷ MBBS വിദ്യാർത്ഥികൾ കോളേജ് ഹോസ്റ്റലിൽ വെച്ച് മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു, അതായത് റാഗിംഗ് നടത്തി എന്നുള്ള പരാതി കോളേജിന് കൈമാറുന്നത്. തുടർന്ന് കോളേജ് 5-അംഗ അന്വേഷണ സമിതിയെ, പ്രിൻസിപ്പൽ ഉൾപ്പെടെ അടങ്ങുന്ന 5-അംഗ അന്വേഷണ സമിതിയെ നിയോഗിക്കുകയായിരുന്നു. തുടർന്ന് ഈ കേസിലാണ് ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. ഇതിലാണ് 2ാം വർഷ MBBS വിദ്യാർത്ഥികളായ 11 വിദ്യാർത്ഥികൾക്ക് കോളേജിൽ നിന്നും സസ്പെൻഷൻ ലഭിച്ചിട്ടുള്ളത്. ഇത് 14 ദിവസത്തേക്കാണ് ഇത്തരത്തിൽ സസ്പെൻഷൻ ഉള്ളത്. തുടർന്ന് ഈ റിപ്പോർട്ട് ഇപ്പോൾ മെഡിക്കൽ കോളേജിന് പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇതിൽ തുടർ നടപടി മെഡിക്കൽ കോളേജ് പോലീസും നടപടി എടുക്കുമെന്ന് തന്നെയാണ് മെഡിക്കൽ കോളേജ് പോലീസിന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ലക്ഷ്മി. രമ്യാദാസാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.